അതെ വനം. എന്താടാ? അതെ പിന്നുണ്ടല്ലോ, ഞാൻ നിനക്കൊരു ജോലി തരാൻ വേണ്ടി വന്നതാണ്. ജോലിയോ? എന്ത് ജോലി? എന്താന്ന് വെച്ചെങ്കിൽ മറ്റേ സ്പൈഡർമാൻ ഉണ്ടല്ലോ, റെഡ്. റെഡ് സ്പൈഡർമാൻ. അവനെ? യെസ്, അവൻ തന്നെ. അവനെ നീ ഇവിടുന്ന് ഓടിക്കണം, എനിക്ക് കുറച്ച് തിരക്കുണ്ട്. ഓക്കേടാ, നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. അല്ല, ഈ റെഡ് സ്പൈഡർമാൻ എവിടെയാ ഇപ്പൊ താമസം? ഞാൻ നിനക്കൊരു ലൊക്കേഷൻ തരാം, എന്നാ ഇത് പിടി. ഓക്കെ, അപ്പൊ ഇവിടെ ആണല്ലേ ഇവന്റെ താമസം? ഞാൻ കണ്ടിരുന്നു അവിടെ. എന്തായാലും അവൻ ഇപ്പം അവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ നോക്കിക്കോളാം. ഇവനിട്ട ലൊക്കേഷനിൽ ഇവൻ്റെ വീട് എവിടെയാണ് നോക്കട്ടെ. ഓ, ഇവിടെയാണല്ലേ വീട് ഇവൻ്റെ. എന്തായാലും ഞാൻ അവിടത്തേക്ക് പോട്ടെ. അതാ ഞാൻ വരുന്നുണ്ട് സ്പൈഡർമാൻ. ഇവനിട്ട ലൊക്കേഷനിലേക്ക് ഞാൻ എത്തിയല്ലോ. ഓ അപ്പോൾ ഇതാണല്ലേ സ്പൈഡർമാൻ്റെ പുതിയ വീട്. അപ്പോൾ ഇവിടത്തേക്കാണല്ലേ എൻ്റെ പടയാളികളെ അയക്കേണ്ടത്. എന്തായാലും ഞാൻ ആദ്യം തന്നെ പോയി ഇവനെ ഓടിക്കുന്നില്ല. ആദ്യം എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ ഉണ്ടാക്കണം. വെനം ഡ്യൂപ്ലിക്കേറ്റ്സ് ബൂം. എൻ്റെ പടയാളികൾ റെഡി. എന്തായാലും നിങ്ങൾ സ്പൈഡർമാനെ ആക്രമിക്കുക, ബാക്കി ഞാൻ നോക്കിക്കോളാം. എന്തായാലും ഇത്ര ആൾക്കാർ പോരാ, ഇനിയും കുറച്ച് ആൾക്കാരെയും കൂടി അയക്കണം. സ്പൈഡർമാൻ്റെ സ്യൂട്ട് ഇട്ട് അടിപൊളിയാണ് കേട്ടോ. എന്തായാലും ഇതെന്താ? അയ്യോ, ഇതെന്താ വനത്തിൻ്റെ കുഞ്ഞുങ്ങളോ? ഇതെന്താ കുറച്ചധികം ഉണ്ടല്ലോ. അയ്യോ അയ്യോ അയ്യോ, അത് വനത്തിൻ്റെ മിനി വേർഷനാണ് ഗൈസ്. എനിക്ക് തോന്നുന്നു വനം വന്നിട്ടുണ്ടെന്ന്. അയ്യോ, ഞാൻ ഈ സ്പൈഡർമാൻ്റെ സ്യൂട്ട് ഇട്ടുകൊണ്ടാണോ എന്നെ ആക്രമിക്കാൻ വരുന്നത്? എന്തായാലും ഇവർ കുഞ്ഞുങ്ങളാണ്ട് ഇവർ തീർക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. ചവട നീ ചവട. അവരങ്ങനെ തീർന്ന്. എനിക്കിത് മനസ്സിലായി ഗൈസ്. എന്തായാലും ഇത് ഈ വനത്തിൻ്റെ പണി തന്നെയാണ്. ഞാൻ ഈ സ്പൈഡർമാൻ്റെ സ്യൂട്ട് ഇട്ടുകൊണ്ടാണ് ഇവൻ എന്നെ ആക്രമിക്കുന്നത്. അപ്പോൾ വനം എൻ്റെ ശത്രുവാണല്ലോ. സോറി, വനം സ്പൈഡർമാൻ്റെ ശത്രുവാണല്ലോ. പക്ഷേ സ്പൈഡർമാൻ്റെ സ്യൂട്ട് എൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ വനം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഗൈസ് ഞാൻ സ്പൈഡർമാൻ ആണെന്ന്. പക്ഷെ ഞാൻ തോൽക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല ഗൈസ്. ഞാൻ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ പോയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഗൈസ്. ഗൈസ്, ദാ വീണ്ടും വനം അവൻ്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് ആയിട്ടുള്ള 2 കുട്ടികളെ അയച്ചിട്ടുണ്ട് ഗൈസ്. ഇവര് ഇങ്ങനെ അയച്ചുകൊണ്ട് നിന്നിട്ട് എന്നെ തളർത്താനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു. ഓക്കെ, ചാവട നീ. ഇപ്പോൾ വന്നതിൽ 2 ആൾക്കാരുണ്ടായിരുന്നില്ലേ? ഒരുത്തനെ ഞാൻ കൊന്ന്, പക്ഷെ മറ്റവനവിടെ പോയി. അവർ രക്ഷപ്പെട്ടെന്ന് തോന്നുന്നു ഗൈസ്. അയ്യോ രക്ഷിക്കണേ. അയ്യോ, ആ സ്പൈഡർമാൻ ഇങ്ങനെ തല്ലി ചതുക്കുകയാണല്ലോ നമ്മളെ. പെട്ടെന്ന് പോയി വെനം ചേട്ടനോട് പറയട്ടെ. അതെ വെനം ചേട്ടാ, ആ സ്പൈഡർമാൻ നമ്മളെ തല്ലി ചതുക്കാണ്. നമുക്ക് ആർക്കും അവനെ നശിപ്പിക്കാൻ പറ്റുന്നില്ല. അതെയോ? അപ്പോൾ ഞാൻ നിനക്ക് ഒരു സ്പെഷ്യൽ പവർ തരാം. അപ്പോൾ നിനക്ക് നല്ല പവേഴ്സ് ഉണ്ടാവും. നിനക്കിതാ ഞാൻ പവർ തരാം. എന്നാ. നല്ല വേദന ഉണ്ടായിരുന്നല്ലോ വെനമേ. ആടാ, അതെന്തായാലും നിനക്ക് പവേഴ്സ് കിട്ടിയതാണ്. ഇനി നീ അവനെ പോയി തല്ലി. ഓക്കെ വെനം. വെനം നമുക്ക് എന്തോ പവേഴ്സ് ഒക്കെ തന്ന്. ഇനി ഞാൻ അവനെ പോയി തീർക്കട്ടെ. എടാ സ്പൈഡർമാനെ, നീ എന്നെ തല്ലുവല്ലടാ. നീ എന്നെ തല്ലുവല്ലടാ. അയ്യോ, തല്ലല്ലേ തല്ലല്ലേ തല്ലല്ലേ. അയ്യോ ഗൈസ്, ഇവനെന്തോ പവേഴ്സ് ഒക്കെ കിട്ടിയെന്ന് തോന്നുന്നു ഗൈസ്. ഇവനെനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. അയ്യോ അയ്യോ, അവൻ വരുന്നുണ്ട് ഗൈസ്. ഇവനെ തീർക്കാൻ പറ്റില്ല കേട്ടോ. എന്തായാലും പറ്റില്ല, എനിക്ക് തല്ലാൻ പറ്റുന്നില്ല. അവനെ തൊടാൻ പോലും പറ്റുന്നില്ല ഗൈസ്. എന്തായാലും അവനെ തൊടാൻ പറ്റൂല കേട്ടോ ഇനി. അയ്യോ, അവൻ വരുന്നുണ്ട്. അയ്യോ രക്ഷിക്കണേ. ഇവനെ തന്നെ തല്ലാൻ പറ്റുന്നില്ല ഗൈസ്. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ മെയിൻ വനത്തിനെ കൊല്ലും ഗൈസ്? അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഇതിന് മറുമരുന്ന് കണ്ടെത്തണം ഗൈസ്. അയ്യോ, വരുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് പോവാം. അപ്പോൾ ഗൈസ്, നമുക്കൊരു കാര്യം ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മളെ റിയൽ സ്പൈഡർമാനോട് തന്നെ ചോദിക്കാം ഗൈസ്, ഇവരെങ്ങനെ കൊല്ലാന്ന്. ഓക്കെ, നമുക്ക് എന്തായാലും അപ്പോൾ റിയൽ സ്പൈഡർമാനോട് ചോദിക്കാം. അതെ സ്പൈഡർമാൻ. സ്പൈഡർമാൻ എടാ നീയോ? ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയട്ടെ. എടാ നീ എൻ്റെ സ്യൂട്ട് മോഷ്ടിച്ച് പോയതല്ലേ? അതെ, പക്ഷേ ഞാൻ ഇപ്പോൾ വലിയൊരു കാര്യം പറയാൻ വന്നതാണ്. എൻ്റെ തല്ലല്ലേ. ഒരു മിനിറ്റ്, ഞാൻ പറയട്ടെ. ശരി നീ പറ. പിന്നെ ഉണ്ടല്ലോ, അപ്പം നമ്മളെ നാട്ടിലെ വനം വന്നിരിക്കുകയാണ്. വനോ? വനം. എനിക്കിപ്പോൾ അത്ര വയ്യടാ. നീ എന്നെ അവനെ തീർക്കേണ്ടി വരും. അതെ സ്പൈഡർമാൻ, അതാണ് ഞാൻ നോക്കുന്നത്. പക്ഷേ വനം എന്നെക്കാളും ശക്തനാണ്. അപ്പം ഞാൻ നിനക്കൊരു കാര്യം പറഞ്ഞുതരാം. ഈ സ്യൂട്ടിൽ സ്പെഷ്യൽ ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്. സീക്രട്ട് ആയിട്ടുള്ള പവറോ? അപ്പം അതെന്താന്ന് വെച്ചെങ്കിൽ, നിന്റെ ഈ ചെസ്റ്റിൻ്റെ അടുത്തുള്ള സ്പൈഡറില്ലേ, ഈ സ്പൈഡറിനെ അത് നീ ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്തെങ്കിൽ നിനക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള പവേഴ്സ് കിട്ടും. അതെയോ? അങ്ങനെയാണ് കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ സ്പൈഡർമാൻ ഞാൻ എല്ലാം നോക്കിക്കോളാം. ഓക്കെ, ഇനി അവൻ വന്നാൽ ഞാൻ തീർക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ സ്പെഷ്യൽ പവേഴ്സ് ഓണാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഓണാക്കുന്നതിന് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ലൈക്കും ചെയ്ത് വന്നോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഓണാക്കാണ്. 3, 2, 1 ഗോ. ഒരു മിനിറ്റ് ഗൈസ്, നമ്മളെ മുന്നേത്തേക്കാളും വലുതായി ഗൈസ്. ഇതാണല്ലേ സ്പെഷ്യൽ ആയിട്ടുള്ള എബിലിറ്റി.
ഓ ഇപ്പം എനിക്ക് എന്തൊക്കെയോ പവേഴ്സ് കൂടിയ പോലെ തോന്നുന്നുണ്ട് ഗൈസ്. ഇനി ആ വനത്തിനെ നശിപ്പിക്കാനേ ഒരു പേടിയും പേടിക്കണ്ട. അതേ ടോമി, നീ എന്താടാ തെറിച്ചതാണോ? ഓ ഗൈസ്, നമ്മളെ പവേഴ്സ് കാരണം നമ്മളെ ടോമി വരെ അവിടുന്ന് ഇവിടത്തേക്ക് തെറിച്ചു വന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പവറാണ് കേട്ടോ എനിക്ക്. ഇനി നമുക്ക് വെനം വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ആ നിമിഷം വന്നിരിക്കുകയാണ് ഗൈസ്. ദാ വെനം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ വെനത്തിനോട് ഇതാ ഫൈറ്റ് ചെയ്യാൻ പോയാണ്. അത് വെനമേ, നീ എന്താടാ വിചാരിച്ചത് ഞാൻ കൊച്ച ചെറുക്കാനാണെന്നോ? ആഹാ സ്പൈഡർമാൻ, നീ എന്താടാ വിചാരിച്ചത്? അയ്യോ വെനം, തല്ലല്ലേ, ഇങ്ങനെ തല്ലല്ലേ, അയ്യോ തല്ലല്ലേ പ്ലീസ്. ഓ ഗൈസ്, വെനം എന്നെ ഇട്ട് തെറിപ്പിക്കുകയാണ് ഗൈസ്. വെനം ഭയങ്കര സ്പീഡാണ്. ഓ ഗൈസ്, വെനത്തിനെ എനിക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഗൈസ്. അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാ? അയ്യോ ഓടിക്കോ. അപ്പോൾ ഗൈസ്, ഞാൻ വെനത്തിനെ അതിശക്തമായി തന്നെ പോരാടാൻ പോവുകയാണ് ഗൈസ്. അവൻ എന്നെ നശിപ്പിക്കാൻ വന്ന ഒരാളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നശിപ്പിക്കാമല്ലേ? അയ്യോ ഇതെന്താ സംഭവിച്ചേ? ഞാൻ ചെറുതായി ഗൈസ്. ഓ ഒന്നും കൂടി ആ ബട്ടൺ അമർത്താം ഗൈസ്. അയ്യോ ഇതെന്താ ഒന്നും വർക്കാവുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നേ അത് കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള പവറപ്പാന്ന്. അയ്യോ ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യാ? വേനാണെങ്കിൽ ഇപ്പം എന്നെ ആക്രമിക്കാനും വരുമല്ലോ. പക്ഷെ ഞാൻ തോറ്റോടിക്കില്ല ഗൈസ്. എടാ വേനമേ, നീ എന്നെ കൊല്ലാൻ വന്നല്ലേടാ? എനിക്ക് എന്താടാ? നിക്ക് സ്പൈഡർമാൻ, ഒരു മിനിറ്റ്. എന്താടാ നീ എന്താ ഒരു മിനിറ്റ് പറയുന്നത്? നീ തോൽവി സമ്മതിച്ചോ? ഞാൻ തോൽവി സമ്മതിച്ചുതരാം. അതെ, ഇതൊരു കൊട്ടേഷനാണ്. ബ്ലാക്ക് സ്പൈഡർമാൻ തന്ന ഒരു കൊട്ടേഷനാണ്. അങ്ങനെയാണല്ലേ? ഞാൻ നിന്നെ കൊന്നിട്ടേടാ പോകുള്ളൂ. എടാ വേനമേ, നീ ചതിക്കാൻ നോക്കുന്നല്ലേടാ കള്ള. ഓക്കെ ഗൈസ്, ഓക്കെ, വേന എന്നെ ചതിക്കാൻ നോക്കിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബിലേക്കും ചെയ്യാം. ഓക്കെ ബൈ.